ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ഓൺലൈനായാണ് യോഗം. CITU, INTUC, AITUC, STU അടക്കമുള്ള കേന്ദ്ര ട്രേഡ് യൂണിയൻ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ഗുഡ് മോർണിംഗ്. ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി പ്രതിഷേധങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നത്തെ യോഗം എന്ന് പറയുന്നു. അതിനു മുൻപായി ഇന്നലെ നമ്മൾ കൊടുത്ത ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഉണ്ടായിരുന്നു. ഒരു കരട് വിജ്ഞാപനം ഈ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം നേരത്തെ തന്നെ തയ്യാറാക്കി എന്നുള്ള വാർത്ത കൂടി ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവാനുള്ള സാധ്യതയുണ്ടോ വിജിൻ? അത് തന്നെയാണ്. അതായത് ഈ കരട് വിജ്ഞാപനം തയ്യാറാക്കിയത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ യോഗത്തിൽ ചർച്ചയാകും. അത് ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി തന്നെ വ്യക്തമാക്കിയതാണ്. ഏതെങ്കിലും തരത്തിലുള്ള പരാതി തൊഴിലാളി സംഘടനകൾക്കുണ്ടെങ്കിൽ ഈ നാളെ നടക്കുന്ന യോഗത്തിൽ ആ കാര്യം കൂടുതൽ വിശദമായി ചർച്ച ചെയ്യും എന്ന കാര്യം മന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഈ തൊഴിൽ കോഡ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ തൊഴിലാളി സംഘടനകൾക്കുള്ള വലിയ തരത്തിലുള്ള ആശങ്കകൾ ഉൾപ്പെടെയുള്ളവയായിരിക്കും ചർച്ചയാവുക. കേരളം നേരത്തെ തന്നെ ഈ തൊഴിൽ കോഡിൽ ഭാഗമാകില്ല എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു കേന്ദ്ര സർക്കാരിനെ. പക്ഷേ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഒരു നിയമം എന്നുള്ള നിലയിൽ സ്വാഭാവികമായും കേരളത്തിലും അത് പ്രാബല്യത്തിലാകാൻ തന്നെയാണ് സാധ്യത. ആ ഘട്ടത്തിൽ എങ്ങനെ ഇതിൽ നിന്ന് കൂടുതൽ ഇളവുകൾ തേടും എന്നുള്ള കാര്യം ഉൾപ്പെടെയായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവുക. 12 മണിക്ക് ഓൺലൈനായാണ് യോഗം ചേരുന്നത്. മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളാണ് പങ്കെടുക്കുകയും ചെയ്യുന്നത്. BMS ഉൾപ്പെടെയുള്ള സംഘടനകൾ പങ്കെടുക്കും. BMSന് ഇക്കാര്യത്തിൽ ചില എതിർപ്പുകൾ ഉണ്ട്. അത് നേരത്തെ തന്നെ അവർ വ്യക്തമാക്കിയതാണ്. പൂർണ്ണമായും തൊഴിൽ കോഡ് നടപ്പിലാക്കരുത്, അതിൽ ചില ഭേദഗതികൾ വേണം എന്നുള്ളതാണ് BMS നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. അങ്ങനെ മുഴുവൻ തൊഴിലാളി സംഘടനകൾക്കും എതിർപ്പ് നിലനിൽക്കുന്നതിനിടയിലാണ് ഈ തൊഴിൽ കോഡുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയത്. ഏകദേശം 2020 ഈ തൊഴിൽ കോഡ് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. അതിനുശേഷം 2021 സംസ്ഥാന സർക്കാർ ഇതിന്റെ ഒരു കരട് വിജ്ഞാപനം പുറത്തിറക്കിയത്. അതിനെതിരെ അതിന്റെ പകർപ്പുൾപ്പെടെ ഇന്നലെ പുറത്തു വന്ന സാഹചര്യത്തിൽ വലിയ വിമർശനവും പ്രതിഷേധവും ഒക്കെ തൊഴിലാളി സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. തങ്ങളെ അറിയിക്കാതെയാണ് ഈ കരട് വിജ്ഞാപനം ഇറക്കിയത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷേ മന്ത്രി ഇന്നലെ പറഞ്ഞത് തൊഴിലാളി സംഘടനകളെ കരട് വിജ്ഞാപനം പുറത്തിറക്കിയ ശേഷം ഇക്കാര്യം അറിയിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൽ തന്നെ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധവും പരാതികളും ആശങ്കകളും ഒക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗം ഇന്ന് ചേരുന്നത്. അതിനുശേഷം അടുത്ത മാസം 16 ഒരു കോൺക്ലേവ് കൂടി ചേരുന്നുണ്ട്. ഈ മേഖലയിലെ വിദഗ്ധരെയും ഒപ്പം തന്നെ തൊഴിലാളി സംഘടനാ പ്രതിനിധികളെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അങ്ങനെ ഒരു കോൺക്ലേവ് കൂടി വിളിച്ചു ചേർക്കുന്നത്. അതിൽ നിന്നൊക്കെ ഉയർന്ന അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്താകും ഈ തൊഴിൽ കോഡുമായി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കുക. കേരളത്തിൽ ലേബർ കോഡ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്നിപ്പോൾ തൊഴിലാളി സംഘടനകളും തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുമായി ചേർന്ന ഒരു യോഗം ഉള്ളത്. സ്വാഭാവികമായിട്ടും യോഗത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ചയാകും. ലേബർ കോഡ് വരുന്നതിന് മുൻപ് തന്നെ കരട് വിജ്ഞാപനം ഇറക്കിയ കേരള സർക്കാരിന്റെ നടപടി കൂടി യോഗത്തിൽ ചർച്ചയാകും.